ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കുറച്ച് നാൾ മുന്നേ ഒരു IV ഗ്ലൂട്ടാത്തിയോൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ആയിട്ട് എൻ്റെ IV എടുത്തപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറേ പേര് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറ്റുന്നത്ര ഞാൻ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് മിക്കവർക്കും ഇത് അഫോർഡബിൾ ആണോ, അല്ലെങ്കിൽ ഇതിൻ്റെ മിക്കവർക്കും ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ടൊരു നോളജ് ഇല്ല. സോ കുറേ പേര് എൻ്റെ അടുത്ത് ഇൻസ്റ്റ വഴി മീൻസ് ആ ഒരു വീഡിയോ അതിൻ്റെ അടിയിലെ കമൻറ്റ് സെക്ഷൻ അല്ലാണ്ട് തന്നെ ഇൻസ്റ്റ വഴി അല്ലാണ്ടൊക്കെ കുറേ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി ഒരു വീഡിയോനെ കുറിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചേ. പിന്നെ അതിൽ പറയാൻ ഞാൻ വിട്ടുപോയൊരു കാര്യം ഉണ്ടായിരുന്നു, എൻ്റെ മെയിൻ്റനൻസ്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് എൻ്റെ ഒരു നിഗമനം. അപ്പം അതിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ മെയിൻ്റനൻസ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ ആദ്യം ഡോക്ടറെ കൺസൾട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സ്കിന്നും ഇതൊക്കെ അനലൈസ് ചെയ്തിട്ട് ഡോക്ടർ നമ്മുടെ അടുത്ത് പറയും നിങ്ങൾ ഇത്ര സിറ്റിംഗ് പോകാൻ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഐ തിങ്ക് ഒരു 15 സിറ്റിങ്സ് വരെ പോകണമെന്നായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാനൊരു 2 സെക്ഷൻ എടുത്തുള്ളൂ, അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. കാരണം എനിക്ക് ഫിനാൻഷ്യലി ചെറിയ പ്രശ്നം വന്നുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ 2 സെക്ഷൻ എടുത്തിട്ട് സ്റ്റോപ്പ് ചെയ്തു. അപ്പം നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 15 സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ 3 മന്ത്സ് അല്ലെങ്കിൽ 6 മന്ത്സ് കൂടുന്ന രീതിയിൽ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതായത് ഈ 15 സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കത് നമ്മുടെ ഡോസ് പോലെ, അതായത് സിംഗിൾ ഡോസ്, ഡബിൾ ഡോസ്, പിന്നെ ട്രിപ്പിൾ, അങ്ങനത്തെ രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇത്ര സെക്ഷൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ നമ്മുടെ സ്കിന്ന് നല്ലൊരു ക്വാളിറ്റി, നല്ല രീതിയിൽ ഒരു കളറൊക്കെ ചേഞ്ച് ആയി നല്ലൊരു സ്കിൻ ടോൺ ആയിക്കഴിഞ്ഞാൽ ഇത്ര ടൈം കഴിയുമ്പോൾ, അതായത് നമ്മളൊരു 2 മന്ത്സിനുള്ളിൽ നമ്മുടെ ഇത്ര സെക്ഷൻസ് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് 3 മന്ത്സ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കണം, ഓരോ ഇഞ്ചെക്ഷൻസ് വെച്ച് എടുത്തു കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ എടുത്ത കളർ അതുപോലെ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ പതുക്കെ നമ്മുടെ ബാക്ക് ടു നോർമൽ ആ ഒരു കളറിലേക്ക് പതുക്കെ മാറിപ്പോകും. പിന്നെ കൂടുതൽ പേർക്ക് അറിയേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റേറ്റ് ആണ്. റേറ്റ് ഡിപ്പെൻസ് ആണ്. അതായത് ഓരോ ക്ലിനിക്കിലും ഓരോ റേറ്റ് ആയിരിക്കും. അതും നമ്മളെടുക്കുന്ന ഡോസിനനുസരിച്ച് അതും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ സിംഗിൾ ഡോസ് ആയിരിക്കത്തില്ല ഡബിൾ ഡോസിൻ്റെ റേറ്റ് ആയിരിക്കത്തില്ല ട്രിപ്പിളിന്, അങ്ങനെയായിരിക്കും വരാം. പിന്നെ ഓരോ ബ്രാൻഡിങ് അനുസരിച്ച്, അതായത് നമ്മുടെ ഓരോ ക്ലിനിക്കിൻ്റെ ആ ഒരു ഇത് കൂടുന്നതനുസരിച്ച് നമ്മുടെ ഇതിൻ്റെ റേറ്റിൽ എന്തായാലും വ്യത്യാസം വരും. നമ്മുടെ ഈ ബ്രാൻഡ് പോലെ തന്നെ ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു നോർമൽ ഷൂ എടുക്കുന്നതും, അതായത് ഒരു നൈക്കിൻ്റെ ഷൂ എടുക്കുന്ന നമ്മൾ വ്യത്യാസം പോലെ ബ്രാൻഡ് മാറുന്നതിനനുസരിച്ച് ഈ ഗ്ലൂട്ടാത്തിയോണിൻ്റെ മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഗ്ലൂട്ടാത്തിയോൺ ബ്രാൻഡല്ല, ഓരോ ക്ലിനിക്കിൻ്റെ ബ്രാൻഡിങ് അനുസരിച്ച് ചേഞ്ച് വരും. പിന്നെ നമ്മുടെ ഡോസിൻ്റെ ആ ഒരു ഇതനുസരിച്ചും ചേഞ്ച് വരും. പിന്നെ കുറച്ച് പേർക്കുള്ള ഡൗട്ടായിരുന്നു നമ്മൾ ഈ IV എടുക്കുന്ന ടൈമിൽ നമ്മുടെ കിഡ്നിക്കോ ലിവറിനോ എന്തെങ്കിലും ഡാമേജ് വരുമോ എന്ന്. ഇപ്പോൾ യൂഷ്വലി നമ്മൾ IV എടുക്കുന്ന ടൈമിൽ എന്തായാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്തേ എടുക്കുള്ളൂ. IVയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, വേറെ ടാബ്ലറ്റിൻ്റെ കാര്യമൊന്നുമല്ല. അപ്പോൾ IV എടുക്കുമ്പോൾ എന്തായാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്തേ എടുക്കുള്ളൂ. അപ്പോൾ ഡോക്ടർ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമുക്കിത് ആക്ച്വലി തരത്തുള്ളൂ. പിന്നെ ഈ ലിവറിനും കിഡ്നിക്കൊക്കെ ഡാമേജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ഡോക്ടർ നമ്മളെ ഇപ്പോൾ ചില ആൾക്കാർക്ക് LFT RFT ചെക്ക് ചെയ്യാൻ പറയും. അതായത് ലിവറിൻ്റെ ഫങ്ഷനും ഇതെല്ലാം കറക്റ്റ് ആണോ എന്ന്. അപ്പോൾ നോർമൽ ആണെങ്കിൽ മാത്രം നമ്മൾ ഈ ഒരു IV ഗ്ലൂട്ടാത്തിയോൺ എടുക്കുകയുള്ളൂ, സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പിന്നെ ഇത് ഹൈ ഡോസ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തരത്തില്ല. ചെറിയ ഡോസ് തുടങ്ങി പിന്നീടായിരിക്കും നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചും പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചും ആയിരിക്കും ഡോസ് കൂട്ടി വരാം. അപ്പോൾ ഈ സ്റ്റാർട്ടിങ് തന്നെ ഹൈ ഡോസ് വരുന്നില്ല. പിന്നെ അതുകൊണ്ട് നമ്മുടെ കിഡ്നിക്കോ ലിവറിനോ അങ്ങനെ ഡാമേജും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഇത് ആക്ച്വലി ലിവറിന് തരുന്ന ഒരു മരുന്നാണ്. അതായത് ലിവർ സിറോസിസ് വരുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന ഒരു മരുന്നാണ് ഗ്ലൂട്ടാത്തിയോൺ. അതുകൊണ്ട് തന്നെ ലിവറിന് അങ്ങനെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ലിവറിന് കിഡ്നിക്കോ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആൾക്കാർ ഇത് എടുക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. IV എടുക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ വന്നൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഇത് ഏതൊക്കെ ഫോമിൽ അവൈലബിൾ ആണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ക്രീമായിട്ട് കിട്ടും. അതായത് ക്രീം മീൻസ് ഫിസിക്കലി പുറത്ത് തേക്കുന്ന രീതിയിൽ സോപ്പായിട്ട് അവൈലബിൾ ഉണ്ട്, ക്രീമായിട്ടുണ്ട്, പിന്നെ ഓറലിൻ്റെ രീതിയിൽ ടാബ്ലറ്റ്സ് ഉണ്ട്, പിന്നെ ഓറൽ സ്പ്രേസിൻ്റെ രീതിയിൽ അവൈലബിൾ ആണ്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഹൈയിൽ നിൽക്കുന്നതാണ് ഈ IV എന്ന് പറയുന്ന സാധനം. ഇത് ആക്ച്വലി നമ്മുടെ ഇൻട്രാവീനസ് പുഷ് ചെയ്ത് കൊടുക്കുകയാണ്, ഡ്രിപ്പായിട്ടും അതല്ലാണ്ട് പുഷ് ചെയ്ത് കൊടുക്കുക. അത് ഡോസിനനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഇത്ര ഫോംസിലാണ് ആക്ച്വലി നമുക്ക് ഗ്ലൂട്ടാത്തിയോൺ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ IV നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ കുറച്ച് പേരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് പകരം കഴിക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു അഫോർഡബിൾ അല്ല ടാബ്ലറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ IV ഞാൻ പറഞ്ഞല്ലോ ഒരു 2 സെക്ഷൻ മാത്രമേ എടുത്തിട്ടുണ്ട്. അത് എപ്പോഴേക്കും ഞാൻ പതുക്കെ സ്റ്റോപ്പ് ചെയ്തു. എനിക്ക് കുറച്ച് ഫിനാൻഷ്യലി ചെറിയ ക്രൈസിസ് വന്നപ്പോൾ ഞാൻ എന്തായാലും സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞാനത് കണ്ടിന്യൂ ചെയ്തിട്ടുമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ സ്കിന്നിൽ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ യൂസ് ചെയ്തൊരു സാധനമാണ് ഷീക്ക് ന്യൂട്രിക്സിൻ്റെ ഈ ഒരു ടാബ്ലറ്റ്. ഇത് 2 ഫ്ലേവേഴ്സിൽ അവൈലബിൾ ആണ്. ഒന്ന് നമുക്ക് സ്ട്രോബെറി
ലെമൺ ഫ്ലേവറിലും പിന്നെ ബ്ലാക്ക് കറന്റ് ഫ്ലേവറിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നാൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. 2 വീക്സ് 3 വീക്സ് ആയപ്പോഴേക്കും എൻ്റെ സ്കിന്നിലുണ്ടായിരുന്ന പിഗ്മെൻറ്റേഷൻ എല്ലാം കുറഞ്ഞ് സ്കിന്ന് കുറച്ചൊരു ബ്രൈറ്റ് ആവുന്നതിന് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇതുപോലെ റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ വരുന്നത്. നമ്മളൊരു 250 ml വാട്ടർ എടുത്തിട്ട് ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ ഡിസോൾവ് ആയിക്കുക. ഒരു 40 മിനിറ്റ്സിനുള്ളിൽ തന്നെ 40 സെക്കൻഡിനുള്ളിൽ തന്നെ ഡിസോൾവ് ആവും. അത് കഴിയുമ്പോൾ നമുക്ക് കുടിക്കാം കേട്ടോ. പിന്നെ മറ്റുള്ള ടാബ്ലറ്റ്സ് വെച്ച് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ജാപ്പനീസ് ഒപ്പിറ്റ ഗ്ലൂട്ടാത്തിയോൺ അടങ്ങിയിരിക്കണം. അതുകൊണ്ട് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് തന്നെ റിസൾട്ട് കിട്ടുവേ. 500 mg ജാപ്പനീസ് ഒപ്പിറ്റ ഗ്ലൂട്ടാത്തിയോണും പിന്നെ 40 mg വൈറ്റമിൻ സി ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ സ്കിന്നിലെ പിഗ്മെന്റേഷൻ ഡാർക്ക് സ്പോട്ട് ഒക്കെ പോയി പെട്ടെന്ന് ഗ്ലോയിങ് സ്കിൻ കിട്ടുന്നത്. ഇത് പിന്നെ ഫ്ലേവേഴ്സിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു സ്ക്വാഷ് കലക്കി കുടിക്കുന്ന പോലെ തോന്നുള്ളൂ കേട്ടോ. സാധാരണ ടാബ്ലറ്റ് ഒക്കെ ആണെങ്കിൽ ചിലതിന് ഭയങ്കര ചവർപ്പുണ്ടാവും, അല്ലെങ്കിൽ ചിലതിന് മീൻസ് ട്യൂബ് ഗുളിക പോലെ വിഴുങ്ങുന്നതായിരിക്കും, അതൊക്കെ പാടായിരിക്കും. പക്ഷേ ഇത് നമുക്ക് ഭയങ്കര സ്ക്വാഷ് കുടിക്കുന്ന പോലെ ജ്യൂസ് കുടിക്കുന്ന പോലെ നല്ല എൻജോയ് ചെയ്ത് കുടിക്കാൻ പറ്റും. ഈ പ്രോഡക്റ്റ് ഷിക് ന്യൂട്രീസിന്റെ വെബ്സൈറ്റിലും ആമസോണിലും നൈക്കയിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. അപ്പോൾ രഹനാട്ട് എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കുറേ ഡിസ്കൗണ്ടും കിട്ടും കേട്ടോ. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ താഴെ ടാഗ് ചെയ്തേക്കാം. ഇപ്പോൾ IV ഒക്കെ അഫോർഡബിൾ അല്ലാത്ത ആൾക്കാർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. കാരണം ഇത് ഭയങ്കര പെട്ടെന്ന് റിസൾട്ടും കിട്ടും, അതുപോലെ അഫോർഡബിൾ ആണ് കേട്ടോ. പിന്നെ എനിക്ക് റെയർ ആയിട്ടൊന്നൊരു ക്വസ്റ്റൻ എന്താണെന്ന് വെച്ചാൽ കൊച്ചിയിലെ ബെസ്റ്റ് ക്ലിനിക്ക് ഏതാ, ഈ ഗ്ലൂട്ടാത്തിയോൺ മറ്റേ ക്ലിനിക്ക് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. അവർ കൊടുക്കുന്ന സർവീസ് വെച്ച് പല ക്ലിനിക്കും ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കും. ഗ്ലൂട്ടാത്തിയോൺ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും മേ ബി കൊടുക്കുന്നത്. അതായത് ഡോസ് അനുസരിച്ച് വ്യത്യാസം വരാം. അതല്ലാതെ ഗ്ലൂട്ടാത്തിയോണൊക്കെ എല്ലായിടത്തും ഈ ഇതുപോലത്തെ ക്ലിനിക്ക് കോസ്മെറ്റോളജി ക്ലിനിക്കിലെല്ലാം ഒരുപോലെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ സർവീസ് ആയിരിക്കും അവരെ ഡിഫറെൻ്റ് ആക്കി നിർത്തുന്നത്. സത്യം പറഞ്ഞാൽ ആ ക്വസ്റ്റിൻ്റെ ആൻസർ എനിക്ക് അറിയത്തില്ല. പിന്നെ നിങ്ങൾ റിവ്യൂസ് ഉള്ളത് നോക്കി പോവാം. ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർ റിവ്യൂസ് നോക്കി പോവാം. പിന്നെ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.